നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് അയ്യോ ഇത് എന്താണ് എന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവിന് നേർക്കുണ്ടായ ക്രൂരത, ഇതിൽ ഭേദം അദ്ദേഹം ആ യുവാവ് മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്രയും വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുന്നു 25 തവണ. അതൊരു യുവതി. അതിനുശേഷം മുട്ടുപിന്നെ അടിച്ചു കയറ്റുന്നു. അങ്ങനെ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ, കേട്ടാൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരത അനുഭവിച്ച ആ യുവാവ് അതെല്ലാം ചെയ്യിപ്പിച്ചതായിക്കോട്ടെ ഒരു യുവതിയുമാണ്. കാമുകിയുടെ പരാമർശത്തിലാണ്, കാമുകിയുടെ മൊഴിയിലാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഈ യുവാവിന് സംഭവിച്ച വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത്. ആ നാട്ടുകാർ രോക്ഷാകുലരാണ്. വലിയ രീതിയിലുള്ള ആക്രോശമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദമായി ഒന്ന് നോക്കാം അല്ലേ. കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരും ഇത് മനുഷ്യ മനസാക്ഷിയുള്ള ആരും ഇത് കേൾക്കുമ്പോൾ ഇത് എന്തോ നടക്കുന്നത് സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ പത്തനംതിട്ട ജില്ലയിലെ ആന്താലിമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഒരു ഭാര്യയും ഭർത്താവും, ജയേഷ് എന്നാണ് ഈ ഭർത്താവിൻ്റെ പേര്, രശ്മി എന്നാണ് ഭാര്യയുടെ പേര്. ഇവർ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലാതെ സാധാരണ പോലെ ജീവിതം നയിച്ചു പോകുന്നു. പെട്ടെന്നാണ് ഈ 2 ദിവസം മുമ്പല്ല, സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണ് അത് കൂടുതൽ പോലീസൊക്കെ ചോദ്യം ചെയ്ത് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പുറത്തു വരുന്നത്. ഒരു യുവാവിനെ, റാന്നി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണ്, ഒരു യുവാവിനെ വഴിയരികിൽ വളരെ അവശ്യ നിലയിൽ കണ്ടെത്തുകയാണ്. അപ്പോൾ നാട്ടുകാർ, അതുവഴി പോയിട്ടുള്ള ഓട്ടോക്കാരാണ് യുവാവിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട് ശരീരം മുഴുവൻ മർദ്ദനമേറ്റിട്ടുണ്ട്. അതും വളരെ വികൃതമായിട്ടുള്ള, ഈ പറഞ്ഞ പോലെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ച് കയറ്റുക, നെഞ്ചിൽ മുട്ടുസൂചി, അതുപോലെ തന്നെ നഖം പിഴുതെറിയാൻ, ഈ പ്ലെയറൊക്കെ വെച്ച് നഖം പിഴുത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. മുട്ടൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട്. അപ്പോൾ പെപ്പർ സ്പ്രേ അടിക്കുക, മുറിവിലൊക്കെ തന്നെ പെപ്പർ സ്പ്രേ അടിച്ച് അങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് സാധാരണ ഒരു അപകടം ഒന്നും സംഭവിച്ചതല്ല എന്ന് മനസ്സിലായി. ഡോക്ടർമാരാണ് പിന്നീട് പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ ഈ യുവാവ് ആദ്യം ഒരു നാണക്കേട് കാരണമായിരിക്കാം, അല്ലെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു ഭയത്തിൽ ഈ യുവാവ് ആദ്യം പറഞ്ഞത്, എന്നെ അവനൊരു പെൺസുഹൃത്തുണ്ട്, അവരുടെ ബന്ധുക്കൾ 3 യുവാക്കൾ ചേർന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയി, അത് അവർ മർദ്ദിച്ച് എന്നെ വഴിയിൽ തള്ളിയതാണെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് ആദ്യം മൊഴി എന്നെ എടുത്തു. അതിനുശേഷം പോലീസ് പരിശോധിച്ച് ഈ 3 യുവാക്കളെ പെൺസുഹൃത്തിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴും, പെൺസുഹൃത്തിനെ ഒരുപക്ഷെ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം, ചോദ്യം ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു സംഭവമേ അവർക്ക് അറിയില്ല എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ പോലീസിന് മനസ്സിലായി ഇവൻ പറഞ്ഞത് പച്ചക്കള്ളം തന്നെയാണെന്ന്. വീണ്ടും ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ഒരു ഭാര്യയും ഭർത്താവും, ഈ ഭർത്താവുമായിട്ട് ഈ യുവാവിന് ബന്ധമുണ്ടെന്ന് പറയുന്നു, ഭാര്യയുമായിട്ട് ചില ബന്ധങ്ങൾ, അവിഹിത ബന്ധമായിരിക്കും എന്തോ, അങ്ങനെ ചില ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു. അവരാണ് തന്നെ തിരുവോണ നാളിൽ സെപ്റ്റംബർ 5-ാം തീയതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായി പീഡിപ്പിച്ചു. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഓണത്തിന് സാധാരണ പോലെ വിളിക്കുന്നത് പോലെയാണ്. ജയേഷാണോ, ഈ പറയുന്ന ജയേഷിന്റെ ഭാര്യ രശ്മിയാണോ വിളിച്ചു വരുത്തിയതെന്ന് ഒരു അവ്യക്തത ഉണ്ട്. ഏതായാലും വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിനിടയിൽ പെപ്പർ സ്പ്രേ അടിക്കുന്നു, പിന്നീട് അടിച്ചു വീഴ്ത്തി. പിന്നീടാണ് ഈ കണ്ണൊക്കെ തുറക്കുമ്പോഴാണ് അവൻ അപ്പോഴേക്കും കെട്ടിയിട്ടുണ്ട്. ഈ ഉത്തരത്തിൽ കെട്ടി തൂക്കിയിട്ടു. അതെ, കെട്ടി തൂക്കിയിട്ടിട്ടാണ് ഈ പറയുന്ന മർദ്ദനം. അതായത് ഇവിടെ ഈ ജയേഷ് എന്ന് പറയുന്ന ഭർത്താവ്, അതായത് ഈ അവിഹിത ബന്ധം പിടികൂടുകയും പിന്നീട് ഇവരോട്, ഭാര്യയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഭാര്യ കുറ്റം സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഒപ്പം എനിക്ക് അവരെ രണ്ടുപേരും ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നെഞ്ചിൽ പച്ചകുത്തി, അമ്മയുടെ പേരിൽ നെഞ്ചിൽ പച്ചകുത്തി ഇയാൾ ഇത്രയും ക്രൂരമായി ഒരുപക്ഷെ ഭാര്യയെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയായിരുന്നു, അതോ ഭാര്യ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ വേദനിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നോ, എങ്ങനെയെന്നറിയില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് കൊച്ചു വീടാണെങ്കിലും ഇവിടെ CCTV-കളുണ്ട്, അടച്ചുറപ്പില്ലാത്ത വീടാണെങ്കിലും CCTV ക്യാമറകളുണ്ട്. ഒപ്പം അതുപോലെ തന്നെ 1ഉം 2ഉമല്ല, ദിവസേന നിരവധി ആണുങ്ങളാണ് രാത്രിയും പകലും ഇല്ലാതെ വന്നു പോകുന്നത് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹണി ട്രാപ്പ് ആണോ എന്ന് പറയും. പക്ഷേ പലരും, അതേപോലത്തെ ജനങ്ങൾ പറയുന്നത് ഹണി ട്രാപ്പോ കുന്തോ കുടച്ചക്കറോ ഒന്നും അല്ല, അസല് കഴപ്പ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മാധ്യമങ്ങളോട് ഇത് പറയാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ അവർ അത്രയും ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാവും. ഇതിൽ പറയുന്ന ഒരു ആഭിചാര ക്രിയകൾ പലതും നടക്കുക. കാരണം ഈ യുവാവ് പിന്നെ സത്യം പറയാതിരിക്കാൻ വയ്യ. എപ്പോഴും അവൻ പൂർണ്ണമായിട്ടൊന്നും മൊഴി നൽകിയിട്ടില്ല. എങ്ങനെയാണ് ഇവന് ഈ ഒരു ബന്ധം ഉള്ളതെന്ന് അവൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഇവൻ പറയുന്നുണ്ട് ഇവനെ ഉപദ്രവിക്കുന്നതിന് മുൻപ് ഇവൻ പറയുന്ന ആദ്യം ഇവനെ കട്ടിൽ കെടുത്തി ഇവന്റെ വസ്ത്രക്കൂരി ആ പറയുന്ന യുവതിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞു. അതിന്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഭാര്യയും ഭർത്താവും പരസ്പരം തൊഴുതു. അതുപോലെ ഇവനെ ഉപദ്രവിക്കുന്നതിനിടയിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു, അവരെന്തൊക്കെയോ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഈ യുവാവ് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രത്തോളം ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്
ആദ്യം വന്നത് പുറത്തു വന്നത് ഈ ഹണി ട്രാപ്പ് പോലെ തന്നെയാണ് ഇത് പുറത്തു വന്നത്. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ 2 യുവാക്കളെ. പക്ഷെ ഈ യുവാവിന് ഈ രണ്ടുപേരായിട്ട് ഒരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. പെട്ടെന്ന് ഒരു യുവാവിനെ ഇവർ മറ്റേ ചാറ്റ് ചെയ്തിട്ടോ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ട് ഇവനെ വീട്ടിലെത്തിച്ചതല്ല. മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റാന്നിക്കാരൻ ഈ ജയേഷുമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള ബന്ധമുണ്ട്. ഈ ജയേഷിനെ കാണാതാവുമ്പോൾ ജയേഷിന്റെ ഭാര്യ ഇവനെയാണ് വിളിക്കുക. അങ്ങനെയുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ചില റിപ്പോർട്ടുകൾ വരുന്നത് ഈ പറയുന്ന അവിഹിതം, ഇവർ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, അത് കണ്ടുപിടിച്ചു, ഇവൾ കുറ്റസമ്മതം നടത്തിയപ്പോൾ ഇയാള് പറഞ്ഞു ഇവരെ എത്തിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ആഭിചാരം വല്ലേ, പണ്ട് പത്തനംതിട്ട ജില്ലയിലൊക്കെ മുൻപ് നമുക്ക് നരബലി കേസൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അറിയാം. ഇത്തരത്തിൽ അത് പുറത്തോട്ട് അറിയാൻ ഒരുപാട് വൈകി. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ആണ് ഇവർ പ്ലാൻ ചെയ്തത് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു ആലപ്പുഴ സ്വദേശി ഒരു യുവാവും കൂടി ഉണ്ട്. പക്ഷെ ആ യുവാവ് എവിടെയും പുറത്ത് വന്നിട്ടൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ആ പേരും കൂടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. 2 പേരെയാണ് ഇത്തരത്തിൽ ഇവർ മർദ്ദനത്തിനും അതുപോലെ തന്നെ പീഡനത്തിനും ഇരയാക്കിയിരിക്കുന്നത്. ആ യുവാവ് പക്ഷെ എവിടെയും പരാതിയും പറഞ്ഞിട്ടില്ല. ഈ യുവാവാണ് അത് മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ആലപ്പുഴയുള്ള ചെക്കനുമായിട്ടും ഇവർക്ക് എങ്ങനെയാണ് ബന്ധം, ഏതൊക്കെ തരത്തിലാണ് ഇവർക്ക് ബന്ധം എന്നുള്ളതും കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കൂടുതൽ ആളുകൾ ഇനി അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നിരവധി ആൾക്കാർ അവിടെ വന്നുപോയി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടുതൽ ആൾക്കാർ ഇവരുടെ ഇരയായിട്ടുണ്ടോ, പിന്നെ ഇവരെ ഈ പറയുന്ന റാന്നിക്കാരനെ ഇവർ രണ്ടുപേരും ചേർന്ന് മാത്രമാണ് മർദ്ദിച്ചതെന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല. നാട്ടുകാരൊക്കെ വളരെ മോശം രീതിയിലുള്ള അഭിപ്രായം പറയുന്നത്. ആരൊക്കെ അയൽവാസികൾ പറയുന്നുണ്ട് ഇവർ എപ്പോഴും മൊബൈൽ ഫോണിലാണ്, എപ്പോഴും കാണുമ്പോഴെല്ലാം തന്നെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർ പിന്നെ നമുക്ക് നല്ല കാര്യങ്ങളും പറയും, അല്ലെങ്കിൽ മറ്റുള്ള മോശമായിട്ടുള്ള കൂടുതൽ മോശം അങ്ങനെയും പറയും എന്നറിയാം. നമുക്ക് പറയും വേറെ CCTV ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ ചില ആളുകൾ ചില നാട്ടുകാരെ പല കാര്യങ്ങളും ഇത്തരത്തിൽ പറഞ്ഞു പരത്താറുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് എപ്പോഴും ഈ പറയുന്ന രശ്മി മൊബൈൽ ഫോണിൽ തന്നെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, രശ്മിയുടെ ചെവിയിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഏതായാലും വളരെ ചെറുപ്പമാണ്, ഈ പറയുന്ന 25-നിടയിലുള്ള പ്രായം മാത്രമേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെയാണ് ഈ 2 പേർക്ക് ഇത്തരത്തിൽ ചെയ്യാൻ തോന്നിയത്? ഇപ്പോൾ രശ്മിയുടെ ഇത്തരത്തിലുള്ള ഒരു ബന്ധം കണ്ടുപിടിച്ചതാണെങ്കിൽ കൂടി ഒരു സംശയം, രശ്മി ഇതെല്ലാം മൊബൈലിൽ പകർത്തുകയാണ്. ചോരയൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇപ്പൊ നമുക്കിപ്പോ ഈ പോലീസ് ഇപ്പോൾ ഇവിടെ പിടിച്ചാലും പരമാവധി കിട്ടാൻ പോകുന്നത് കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതക ശ്രമം നടത്തി എന്നുള്ളത് മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു 6 വർഷത്തിനുള്ളിൽ തന്നെ ഇവർ പുറത്തിറങ്ങും. ഇവർ പുറത്തിറങ്ങിയാലും ഇതിനേക്കാൾ മാരകമായ മൃഗീയമായ ആക്രമണമായിരിക്കും ഇനി നടത്താൻ പോകുന്നത് മനസ്സിലാകുന്നത്. കാരണം ഭാര്യയും ഭർത്താവും നല്ല ഉഗ്രൻ കോംബോയാണ് ഇവർ. കാരണം എന്താണ് രക്തം കണ്ട് അറപ്പ് മാറിയെന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യന്മാരുടെ ആ ഒരു നിലവിളിയും വേദനയും കണ്ട് അറപ്പ് മാറിയവരാണ്. അതുകൊണ്ട് അവരെ വീണ്ടും ഇങ്ങനെ വേദനിപ്പിക്കാനുള്ള ഒരു സൈക്കോ മെന്റാലിറ്റിയുള്ള ഭാര്യയും ഭർത്താവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. നെഗൊക്കെ പറിച്ചെടുക്കാൻ നോക്കുക, മുട്ടുസൂചി അടിച്ച് കയറ്റുക, സ്റ്റേപ്ലെയർ പിന്നെ അടിച്ച് കയറ്റുക, ഇതൊക്കെ വെറും സിനിമകളിലും അല്ലെങ്കിൽ അങ്ങനെ സിനിമകളിൽ പോലും ഇത്രയും ക്രൂരമായിട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ പറയുമോ എന്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഏതായാലും പിന്നെ ഒരു സംശയം, ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ, ഇവർക്ക് വേറെ ബന്ധുക്കളും കാര്യങ്ങളും ഒന്നും ഇല്ലേ എന്നുള്ള സംശയം. അതെ, കാരണം ഇതുവരെയായിട്ട് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ ഇവര് കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യയും ഭർത്താവാണോ എന്ന് പോലും ഒരു സംശയമുണ്ട്. മാത്രമല്ല ഇവർക്ക് വീട്ടിൽ ഇവർ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കണം, ഇതുവരെയായിട്ട് വേറെ അച്ഛൻ്റെയോ അമ്മയുടെയോ വേറെ ആരുടെയും പേരൊന്നും വന്നിട്ടില്ല. ഇവരുടെയൊക്കെ ബന്ധുക്കൾ എവിടെ, ഇവരെന്തുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി താമസിക്കുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ഇനി ഇവർ ഈ നാട്ടുകാർ തന്നെയാണോ എന്നുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും പോലീസ് ഇത് കൃത്യമായിട്ട് തന്നെ അവർ വളരെ കർശനമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം മുൻപും ഈ നരബലി സംഭവങ്ങളൊക്കെ അതേ ജില്ലയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും ഇത് വളരെ കർശനമായി തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. പിന്നെ ഈ പറയുന്ന റാന്നിക്കാരന്റെ മൊഴിയും പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാമുകി പറഞ്ഞപ്പോഴാണ് കൂടുതലും ഈ ഒരു ചുരുൾ അഴിയാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ ഇവർ പറയുന്ന മൊഴി പൂർണ്ണമായി എടുത്തിട്ടില്ല. ഇവർ 2 പേരും അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് എന്താണ് സത്യം എന്നുള്ളതും കൂടി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആലപ്പുഴയിലുള്ള യുവാവും കൂടി ഒരുപക്ഷെ മൊഴി നൽകുകയാണെങ്കിൽ അതും കേസന്വേഷണത്തിലേറെ നിർണായകമാകും. ഇതാണ് ഇപ്പോൾ കൂടുതൽ ഇന്ന് ഈ പറയുന്ന പോലെ. ഇനി മൊബൈൽ ഫോൺ, ഇവരുടെ മൊബൈൽ ഫോണിൽ എത്രയോ 5-6 ക്ലിപ്പ് വീഡിയോസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ മർദ്ദിക്കുന്നതിന്റെ വീഡിയോസ് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് രശ്മിയുടെ ഫോണിലാണ് ഈ 5-6 വീഡിയോസ്, ഇങ്ങനെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോസ് ഉണ്ടെന്ന് പറയുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഇന്ന് ഇതിനെക്കുറിച്ചിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. എന്തായാലും പറയാനുള്ളത്, അവിഹിത ബന്ധം തേടി പോകുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൽ അത്തരം മറ്റ് സുഖങ്ങൾ തേടി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ ജീവൻ കൂടിയാണ് അതിൽ അപകടത്തിലാകുന്നത്. അല്പനേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് പലരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അവർ വിളിച്ചെടുത്ത് പോകുമ്പോഴും ഇത്തരമുള്ള ചതിപ്രയോഗങ്ങൾ കൂടി ഇടയ്ക്കുണ്ട് എന്ന് കൂടി ഒരു കാര്യം ഓർക്കുക, മറക്കാതിരിക്കുക. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ ഇപ്പൊ എല്ലാവരും 2K കിഡ്സിനെ, ഇപ്പോഴത്തെ തലമുറയെ കുറ്റം പറയുന്ന ഒരാൾക്കാരാണ്. ഇപ്പൊ ഇവരുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ ഇവര് 2K
ഒക്കെയാണോ കിഡ്സിൽ വരുന്നതാണോ എന്നറിയില്ല. എന്നിരുന്നാലും പണ്ടും ഉണ്ട് അല്ല, മുൻപുള്ള ജനറേഷനിലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന ക്രൂരമായിട്ടുള്ള മനോനിലയുള്ള ആൾക്കാരും ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കുക, ആണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക.